ആലപ്പുഴ വിസിറ്റേഷൻ സന്യാസിനി സഭയുടെ ശതാബ്ദി സമാപന ആഘോഷങ്ങൾക്ക് ജനുവരി 24-ന് തിരുതെളി. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ശതാബ്ദി ആഘോഷം അത് 2023 ജനുവരി 29 നമ്മളതിൽ തുടക്കം കുറിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷമാണ് സെറിമണിയുടേത്. അപ്പൊ അതിന്റെ കൺക്ലൂഡിംഗ് സെറിമണിയാണ് 2024 2 മണിക്ക് ജനുവരി 24 വരുന്ന ഈ 24-ാം തീയതി 2 മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് തിരുതെളിയും തുടർന്ന് പാരിഷ് ഹാളിൽ ഒരു പൊതു സമ്മേളനവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായും ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു അവസരമായിട്ടാണ് ഈ ശതാബ്ദി ആഘോഷത്തെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നത്. ഈ 100 വർഷം സഭയുടെ തുടക്കം കുറിച്ചിട്ട് 100 നൂറ്റാണ്ട് തികയുകയാണ്. ഇത് വളരെ ലളിതമായ രീതിയിൽ ഒരു തുടക്കമായിരുന്നു ഞങ്ങളുടെ സഭയ്ക്ക് നടന്നത്. അതായത് ഈ നാടിന്റെ തന്നെ ഒരു അരുമ സന്താനമായ ഇന്ന് ദേവദാസ പദവിയിൽ എത്തിയിരിക്കുന്ന സെബാസ്റ്റ്യൻ ലോറൻസ് കസ്ലിയർ പ്രസന്റേഷൻ അച്ഛനാണ് ഈ സഭയുടെ തുടക്കം 1924 ജനുവരി 29-ാം തീയതി നമ്മുടെ കാട്ടൂർ ഇടവകയിൽ തുടങ്ങുന്നത്. വളരെയേറെ കഷ്ടതകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ സഭയ്ക്ക് തുടക്കം കുറിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം കൊടുത്തിരിക്കൊള്ളുന്ന കാലഘട്ടത്തിലാണ് ഈ ചരിത്ര നിയോഗം നടക്കുന്നത്. ആ സമയത്ത് അച്ഛന് കിട്ടിയ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഈ സഭാസ്ഥാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആലപ്പുഴ വിസിറ്റേഷൻ സന്യാസിനി സഭയുടെ ശതാബ്ദി സമാപന ആഘോഷങ്ങൾക്ക് മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ പൊന്തിഫിക്കൻ ദിവ്യബലിയോടെ തിരുതെളിയും. ഗോവ ഡാമൻ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാറോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭാരത കത്തോലിക്ക സഭയിലെ അഭിവന്ദ്യ പിതാക്കന്മാരും കേരള ലത്തീൻ കത്തോലിക്ക സഭയിലെ അഭിവന്ദ്യ പിതാക്കന്മാരും വൈദികരും ഈ പൊന്തിഫിക്കൻ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിക്കും. ഭാരത കത്തോലിക്ക ബിഷപ്പ് സമിതി അധ്യക്ഷൻ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാറോ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 മണിക്കാണ് ദിവ്യബലി പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കുന്നത്. അന്ന് അതിനുശേഷമുള്ള പൊതുസമ്മേളനത്തിൽ ഗോവ ദമാൻ ആർച്ച് ഡയസിസിലെ കാർഡിനൽ ഫിലിപ്പ് നേരി ഫെറാവോ ആയിരിക്കും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് അതിന്റെ അധ്യക്ഷം വഹിക്കുന്നത് തിരുവനന്തപുരം ലാറ്റിൻ ആർച്ച് ഡയസിസിന്റെ അഭിമന്യ മെത്രാപ്പോലീത്ത തോമസ് മെറ്റോ പിതാവായിരിക്കും അതിന്റെ അധ്യക്ഷം വഹിക്കുന്നത്. തുടർന്ന് മറ്റ് വിവിധ മെത്രാന്മാര് അതിൽ പങ്കെടുക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യും. അഭിമന്യ ജെയിംസ് പിതാവ് ഉൾപ്പെടെയുള്ള മെത്രാന്മാർ അതിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ വിശിഷ്ട വ്യക്തികളും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെയായി ആശംസകൾ അർപ്പിക്കുകയുമായിരിക്കും അന്നത്തെ ആ പൊതുസമ്മേളനത്തിൽ നടക്കുന്നത്.